ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഏപ്രിൽ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 1299 മേടമാസം 6-ാം തീയതി ഇന്ത്യൻ തീയതി ചൈത്രമാസം 30-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:14 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി ഏകാദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച രാവിലെ 10:58 ഈ നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:05 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിങ്ങക്കൂറിൽപ്പെട്ട പൂര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂര നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച രാവിലെ 10:58 ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് പൂരം നക്ഷത്രം അവസാനിക്കുന്നത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:05 അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഉദയാൽപരം നക്ഷത്രം മകൻ നക്ഷത്രമാണ് വന്നു ചേരുക. ഉദയാൽപരം നക്ഷത്രം മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്ര സർവൈശ്വര്യ പൂജയ്ക്ക് ചേർന്നിട്ടുള്ളവർ അറിയിച്ചിട്ടുള്ളവർ മകൻ നക്ഷത്ര പൂജ വെള്ളിയാഴ്ച ദിവസം രാവിലെയാണ് നടക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. വെള്ളിയാഴ്ച ദിവസം ഉദയാൽപരം നക്ഷത്രമായിട്ട് വന്നു ചേരുന്ന നക്ഷത്രമാണ് മകൻ നക്ഷത്രം. പൂരം നക്ഷത്രത്തിൻ്റെ സർവൈശ്വര്യ പൂജ നടക്കുന്നത് ശനിയാഴ്ച രാവിലെയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവാണ്. മൃഗം ചുണ്ടലിയാണ്. ഭൂതം ജലമാണ്. പക്ഷി ചകോരമാണ്. വൃക്ഷം പ്ലാശാണ്. ശുക്രദശയിലാണ് പൂരം നക്ഷത്ര ജാതകരുടെ ജനനം. അതായത് പൂരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ശുക്രദശാകാലം. ശുക്രദശാകാലത്താണ് പൂരം നക്ഷത്ര ജാതകർ ജനിക്കുക. പൂരം നക്ഷത്രത്തിൽ ജനിച്ചതിന് ശേഷം എത്ര നാഴിക വിനാഴിക മിച്ചമുണ്ടോ അതുപ്രകാരമാണ് ഈ ശുക്രദശ എത്ര വർഷമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശുക്രദശ ജ്യോതിഷം 20 വർഷമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പൂരം നക്ഷത്രത്തിൽ ജനിച്ചു. ജനനശേഷം പൂരം നക്ഷത്രം എത്ര നാഴിക വിനാഴിക മിച്ചമുണ്ടോ അതുപ്രകാരമാണ് ഈ 20 വർഷത്തിൽ എത്ര വർഷം ആ ജാതകന് ലഭിക്കുമെന്നുള്ളത് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പൂരം നക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ഏത് ദശാകാലത്തുകൂടി കടന്നു പോകുന്നു എന്നറിയുന്നതിന് വേണ്ടി ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. പൂരം നക്ഷത്രം 15 വർഷ ശുക്രദശാകാലത്താണ് ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ, അതായത് ജനനശിഷ്ടം 15 വർഷമുണ്ടെന്നിരിക്കട്ടെ, ശുക്രദശാകാലം 15 വർഷമുണ്ടെന്നിരിക്കട്ടെ, 15 വയസ്സ് വരെ ശുക്രദശാകാലമായിരിക്കും. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 6 വർഷം സൂര്യദശാകാലമാണ്, 21 വയസ്സായി. 10 വർഷം ചന്ദ്രദശാകാലം, 31 വയസ്സായി. 7 വർഷം കുജദശാകാലം, 38ആയി. 38 വയസ്സ് മുതൽ രാഹുദശാകാലം ആരംഭിക്കുകയാണ്. 38ഉം 8ഉം 46ഉം 10 56 വയസ്സ് വരെ രാഹുദശാകാലമാണ്. 56 വയസ്സ് കഴിഞ്ഞാലാണ് വ്യാഴദശാകാലം. 56, 6ഉം 62ഉം 10ഉം 72 വയസ്സ് വരെ വ്യാഴദശാകാലം. 72 വയസ്സ് കഴിഞ്ഞാൽ 19 വർഷം ശനിദശാകാലമാണ്. 91 വയസ്സ് വരെ ശനിദശാകാലമാണ്. 91 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 17 വർഷമുണ്ട് ബുധദശാകാലം. അപ്പോൾ 91ഉം 7ഉം 98ഉം 10ഉം 108 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതു ദശാകാലം. അങ്ങനെ 115 വയസ്സ് വരെയാണ് ഈ ദശാകാലത്തിൻ്റെ കണക്ക് വന്ന് ചേരുക. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വന്നു ചേരണമെന്നില്ല. ചിലർക്ക് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. വ്യത്യസ്തമായ കാലയളവിലായിരിക്കും എല്ലാവർക്കും ദശാകാലം ആരംഭിക്കുക. അതുപ്രകാരമാണ് മറ്റ് ദശാകാലങ്ങളുടെ കണക്കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ വ്യത്യസ്തമായ കാലയളവിലായിരിക്കും എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പൂരം നക്ഷത്ര ജാതകർ സംഭാഷണ ചാതുര്യം കൊണ്ട് ആരെയും വശത്താക്കുവാൻ കഴിവുള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടാൻ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ സ്വാശ്രയശീലരാണെങ്കിലും മറ്റുള്ളവരുടെ സഹായം ഇവർ തേടുന്ന സ്വഭാവക്കാരാണെന്ന് ജ്യോതിഷം പറയുന്നു. ഇവർക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറവാണ്. ഇവർക്കും ആരോടും വലിയ ആത്മാർത്ഥത കാണത്തില്ലെന്നും ജ്യോതിഷം പറയുന്നു. സത്യസന്ധരാണ്.
വിവേചന ശക്തി ഉള്ളവരാണ്, ജീവിതത്തിൽ വിജയിക്കുന്നവരുമാണ്. എന്നാൽ ചില പൂരനക്ഷത്ര ജാതകർ മറ്റുള്ളവരുമായി സഹകരിച്ച് പോകുവാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്വഭാവപ്രകൃതമാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അങ്ങനെ ജ്യോതിഷം നല്ലതും ചീത്തയും പറയുന്നുണ്ട്. കാരണം അത് മനുഷ്യജീവിതത്തെ നല്ല രീതിയിൽ ക്രമീകരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് സത്യസന്ധമായ ജ്യോതിഷം അങ്ങനെ പറയുന്നത്. പൂരനക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ചിലരുടെയൊക്കെ സ്വഭാവം വളരെ മോശമാണ്, ചിലരുടെ സ്വഭാവം നല്ലതാണ്, പെർഫെക്റ്റാണ്, സത്യസന്ധതയുണ്ട്. നല്ല രീതിയിൽ അവർ മറ്റുള്ളവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ അവരുമായിട്ട് സംസാരിച്ച് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറയുന്നു. എന്നാൽ ചിലരൊക്കെ വളരെ പ്രതികൂലമായ സ്വഭാവ വിശേഷങ്ങൾ ഉള്ളവരാണെന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. പൂരനക്ഷത്ര സ്ത്രീകൾ സൗഭാഗ്യം, സദാചാരബോധം, നീതിബോധം, സാമർത്ഥ്യം, സന്താന സുഖം എന്നിവ ഉള്ളവരായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ അത്തം, ചോതി, അനിഴം, മകീരം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്, വിലക്ക് കൽപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ പൂരനക്ഷത്ര ജാതകർ രാഹു, ശനി, ചന്ദ്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചന്ദ്രൻ്റെ ദശാകാലം എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിലുള്ള ദശാകാലമാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിൽ ആ സമയത്ത് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നു. വിവാഹ സമയത്തൊക്കെയാണ് ഈ ചന്ദ്രൻ്റെ ദശാകാലം വരുന്നത്. അതായത് 15 വർഷം ശുക്രദശാകാലം ഉണ്ടെങ്കിൽ പിന്നെ 6 വർഷം സൂര്യദശാകാലം, 15, 6, 21, 21, 10, 31. അപ്പോൾ ഈ സമയത്താണ് ചന്ദ്രദശാകാലം വരുന്നത്. ചിലപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം വിജയിച്ചെന്ന് വരികയില്ല. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനം, ചന്ദ്രൻ്റെ ബലം, പ്രത്യേകിച്ച് അമാവാസിയൊക്കെ ആണ് തിഥി വരുന്നതെങ്കിൽ ദോഷപരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ചിലർക്ക് സൂര്യലഗ്നം ആണ് വരുന്നതെങ്കിൽ, അതായത് ചിങ്ങലഗ്നത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അവിടെ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ചേർന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അവരുടെ ജീവിതത്തിൽ ദോഷങ്ങൾ സംഭവിക്കാം. അതൊക്കെ ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകിച്ച് വഴിപാടും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അതൊക്കെ ഗ്രഹനില നോക്കി മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിരിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. അവിടെ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റു മതസ്ഥരാണെങ്കിൽ, ക്രിസ്ത്യാനികളാണെങ്കിൽ മാതാവിൻ്റെ ദേവാലയത്തിൽ പോവുകയും അവിടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് പറയുന്നു. ഈ ദോഷങ്ങളൊക്കെ മാറി അവിടെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം ആദിത്യ പൂജ നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ ഞായറാഴ്ച ദിവസം ദേവാലയങ്ങളിൽ പോയി അവരുടേതായ രീതിയിലുള്ള ആരാധനകളിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെയും അവരുടെ ദോഷങ്ങൾ ഇല്ലാതാക്കിയെടുക്കുവാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ജന്മനാളുകളിൽ പതിവായി ലക്ഷ്മി പൂജ നടത്തേണ്ടതാണ്. ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് പൂരനക്ഷത്ര ജാതകർക്ക് വളരെ അഭികാമ്യമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ചുവപ്പ്, വെള്ള, ഇളനീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും പറയുന്നു. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവാണ്. അതുകൊണ്ട് ഓം ആര്യമണേ നമഃ എന്നുള്ള മന്ത്രമാണ് നിത്യവും ചൊല്ലേണ്ടത്. ഓം ആര്യമണേ നമഃ എന്നുള്ള മന്ത്രമാണ് നിത്യവും ജപിക്കേണ്ടത്. രാവിലെയും വൈകുന്നേരവും ഓം ആര്യമണേ നമഃ എന്നുള്ള മന്ത്രമാണ് ചൊല്ലേണ്ടത്. അങ്ങനെ ജപിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും, ഐശ്വര്യവും സമൃദ്ധിയൊക്കെ വന്നു ചേരുമെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ പൂരനക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് പൂരനക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്ന് നോക്കാം. പൂയം, തിരുവാതിര, ഭരണി, കാർത്തിക, മകം, മൂലം, പൂരാടം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ദിവസമാണ്. പൂയം, തിരുവാതിര, ഭരണി, കാർത്തിക, മകം, മൂലം, പൂരാടം ഇത്രയും നാളുകാർക്ക് നാളത്തെ പൂരം നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് തിരുവോണം, ആയില്യം, പുണർദം, മകേരം എന്നീ നാളുകാർക്കാണ്. അവർ സൂക്ഷിക്കണം.
തിരുവോണം, ആയില്യം, പുണർദം, മകേരം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. ബാക്കിയുള്ള നാളുകാരോട് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. നാളത്തെ ശുഭസമയമാണ് എടുത്തു പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:14 മുതൽ 7:44 വരെ ശുഭസമയമാണ്. അതിനുശേഷം 9:14 മുതൽ 10:44 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11:36 മുതൽ 1:44 ഉച്ചകഴിഞ്ഞ് 1:44 വരെ ശുഭസമയമാണ്. വീണ്ടും ഉച്ചകഴിഞ്ഞ് 3:14 മുതൽ 5:15 വരെയും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയങ്ങൾ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:14 മുതൽ 7:44 വരെ ശുഭസമയം. അതിനുശേഷം 9:14 മുതൽ 10:44 വരെ ശുഭസമയം. അതിനുശേഷം 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:44 വരെ ശുഭസമയം. പിന്നീട് 3:14 മുതൽ 5:15 വരെയും ശുഭസമയം. അപ്പോൾ ഈ സമയങ്ങൾ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, ചെറുതും വലുതുമാകട്ടെ, ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 19 ആ 19 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 വരും. 1 + 9 = 10. 10 വീണ്ടും ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 വരുന്നത്. അപ്പോൾ ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 1 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുകയെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല അനുഭവങ്ങളായി, ഈ പ്രതികൂലങ്ങളായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് അനുകൂലമായ അനുഭവങ്ങളായി വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം ഓർപ്പിക്കുന്നു. നിറങ്ങൾക്ക് മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. നിറങ്ങളുടെ ശക്തി കൊണ്ട്, ആ സ്വാധീനം കൊണ്ട് പ്രതികൂലങ്ങളെല്ലാം അനുകൂലങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ കഴിയുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ നാളത്തെ ദിവസം ധരിച്ചാൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. മാത്രമല്ല, പേരിൽ AIJQY എന്നീ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുണ്ടെങ്കിൽ, AIJQY എന്നീ അക്ഷരങ്ങൾ പേരിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാനുള്ള കാരണമായിട്ട് ജ്യോതിഷം കാണുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്നോട് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള അറിവുകളാണ്. ജ്യോതിഷം എന്നാൽ ഒരു ശാസ്ത്രമാണ്. ആരെയും ഭയക്കാതെ പ്രിയപ്പെട്ടവർക്ക് അത് വിശ്വസിക്കാം, അംഗീകരിക്കാം, ജീവിതത്തിൽ അതിനെ പിന്തുടരാം. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. മറ്റൊരു കാര്യം പറയട്ടെ, 27 നക്ഷത്ര ജാതകർക്കും വേണ്ടി അവരവരുടെ നക്ഷത്ര ദിവസങ്ങളിൽ സർവൈശ്വര്യ പൂജ ചെയ്യുന്നുണ്ട്. ഈ പൂജയിൽ ഭാഗവാക്കായാൽ അവരുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. തീർച്ചയായിട്ടും മുടങ്ങാതെ എല്ലാ മാസവും അവരുടെ നക്ഷത്ര ദിവസങ്ങളിൽ പൂജ ചെയ്യുക. 100 രൂപയാണ് അതിന് ചിലവ്. 100 രൂപ അയച്ചിടുക. പേര്, മേൽവിലാസം, വയസ്സ്, ജോലി എന്നിവ കാര്യങ്ങൾ വ്യക്തമാക്കി തരിക. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർക്കായിട്ട് അത് ചെയ്തു കൊടുക്കുന്നു, പൂജ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങളെല്ലാം മഹാദേവൻ്റെ സന്നിധിയിൽ പറഞ്ഞു പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് അവരുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ കാരണമായി തീരും. നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പൂജയിൽ പങ്കുചേരുക. നിങ്ങൾക്ക് രോഗസൗഖ്യം, പിന്നീട് ഒരിക്കലും ആ രോഗം നിങ്ങളെ അലട്ടുകയില്ല. ഞാൻ പൂർണ്ണ ഗ്യാരണ്ടിയാണ്. മുടങ്ങാതെ എല്ലാ മാസവും പൂജ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. വെറും തുച്ഛമായ പൈസയാണ് നിങ്ങൾക്ക് ചിലവാകുന്നത്. 100 രൂപയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, ഞാൻ ഈ മാസം 28-ാം തീയതി ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ രാഹുകേതു ദോഷപരിഹാര പൂജയ്ക്കായി പോകുന്നു. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷത്താൽ ജീവിത പുരോഗതി ഇല്ലാതെ, എത്ര അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും ഒന്നും നേടാൻ പറ്റാതെ ജീവിതം വലിയ പരിതാപകരമായ സ്ഥിതിയിൽ കൂടി പോകുന്ന പ്രിയപ്പെട്ടവർ 1500 രൂപ മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 1500 രൂപ എനിക്ക് അയച്ചു തരിക. ഞാൻ പ്രിയപ്പെട്ടവർക്കായിട്ട് പൂജ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അധ്വാനിക്കുന്ന പണം മിച്ചം വെച്ച് നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുമ്പോട്ട് പോകാനുള്ള വഴി ഞാൻ തുറന്നു തരാം. വിശ്വാസമുണ്ടെങ്കിൽ, മഹാദേവനിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ തരിക. മഹാദേവൻ മനസ്സിൽ മന്ത്രിക്കുന്നവർ തീർച്ചയായിട്ടും ഈ പൂജയിൽ പങ്കുചേരുക. 1500 രൂപ അയച്ചു തരിക. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ജനന തീയതിയും ജനിച്ച സമയവും കൂടി കൂടെ അറിയിക്കണം. ജനിച്ച സമയം, ജനന തീയതി.
അതുപോലെ തന്നെ വീട്ടുപേര്, ജോലി, പ്രായമെല്ലാം അത് വ്യക്തമായി എനിക്ക് രേഖപ്പെടുത്തി തരണം. വാട്സപ്പിൽ കൂടി രേഖപ്പെടുത്തി അയക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയുള്ള പൂജ പ്രത്യേകമായിട്ട് ചെയ്ത് ആ ദോഷങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ച് അവരുടെ ജീവിതത്തിൽ സർവ്വവിധമായ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനുള്ള ഒരു ജീവിതം അവർക്ക് പൂജയിൽ കൂടി ചെയ്തു കൊടുക്കും. വിശ്വസിക്കുക, മഹാദേവനിൽ വിശ്വാസമുള്ളവർ മാത്രമേ ഇതിലൊക്കെ പങ്കുചേരാവുള്ളൂ. വിശ്വാസമില്ലാത്തവരാരും ഇതിനകത്ത് പങ്കുചേരരുത്. കാരണം മഹാദേവനാണ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത്. ഞാൻ മഹാദേവൻ്റെ സന്നിധിയിൽ പൂജ ചെയ്യുമ്പോൾ മഹാദേവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും പൂജ ചെയ്യുന്നതൊക്കെ. അപ്പോൾ മഹാദേവൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ മഹാദേവനിൽ വിശ്വാസമുള്ളവരായിരിക്കണം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിൽ പങ്കാളികളാകുക. അപ്പോൾ ഓക്കെ, ഇനി നക്ഷത്രഫലമാണ് പറയാൻ പോകുന്നത്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ളൊരു അറിവാണ്. ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ ഒരു അറിവ് നമ്മൾ നേടുന്നത് പോലെ മാത്രം മനസ്സിലാക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ഒന്നും വന്നു ചേരണമെന്നില്ല. അതിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റം വരാതെ കൃത്യമായിട്ട് പറയുവാനെന്ന് പറഞ്ഞാൽ നമ്മളല്ലല്ലോ സാക്ഷാൽ ദൈവം. അപ്പോൾ സാക്ഷാൽ ദൈവത്തിന് എപ്പം വേണേലും മാറ്റം വരുത്തുവാൻ അധികാരമുണ്ട്. ഒരു നിമിഷം കൊണ്ട് അതൊക്കെ മാറ്റം വരുത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു അറിവാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ ഏകദേശം ഒരു അറിവ് വെച്ച് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. നാളത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളെന്ന് ഞാൻ കേട്ടു, അതുകൊണ്ട് എന്നെ അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് നമുക്ക് മുന്നമേ പ്രാർത്ഥിക്കാൻ പറ്റും. മഹാദേവനോട് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ വിശ്വാസപ്രകാരം ആരെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് വിളിക്കുന്നത് അവരോട് പ്രാർത്ഥിക്കാൻ പറ്റും. നാളെ എനിക്ക് നല്ലതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങൾ എനിക്ക് ജീവിതത്തിൽ വന്ന് എനിക്കത് സ്വന്തമാക്കുവാൻ കരസ്ഥമാക്കുവാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നേട്ടം. അപ്പോൾ അതാണ് നക്ഷത്രഫലമായിട്ട് ഞാൻ പറയുന്നത്. എൻ്റെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവർക്കായിട്ട് പറഞ്ഞു തരുന്നത്. അത് പ്രിയപ്പെട്ടവർ അത് വെച്ച് മനസ്സിലാക്കുക. അപ്പോൾ നാളത്തെ ദിവസം മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം എങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നാളത്തെ ദിവസം അവർക്ക് ബന്ധുക്കളിൽ നിന്നും ദോഷാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൽ കപടത വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഹൃദയത്തിൽ കപടത ഒളിപ്പിച്ച് വെച്ച് മറ്റുള്ളവരോട് എന്താണ് പറയുന്നത്, ചിലർ പറയുമല്ലോ വെളുക്ക ചിരിക്കും പക്ഷെങ്കിൽ ഉള്ളിൽ വിഷമാണെന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രകൃതം നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് ഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കിയാൽ ആ ഒരു എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയൊന്നും വേണ്ട, എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും വേണ്ട എന്ന് തീരുമാനമെടുക്കാം. അപ്പോൾ അത് മാറ്റുന്നതാണ്. എങ്കിലും ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം വന്നു ചേർന്നെന്ന് വരും. അപ്പോൾ അതിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ധനം, സുഖം, കുടുംബജീവിതം എന്നിവയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം, 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. പ്രശസ്തിയും ബഹുമതിയൊക്കെ അവരെ തേടി വരുന്ന ദിവസമാണ്. നല്ല സൽഗുണ സമ്പന്നരായി ശോഭിക്കുന്ന ദിവസമാണ്. ചിലരൊക്കെ ഹാസ്യപരമായ സംഭാഷണ ചാതുര്യം അവരിൽ അറിയാതെ വന്നു ചേരും. നാളത്തെ ദിവസം അവരിങ്ങനെ തമാശയൊക്കെ പറയും. ചിലപ്പോൾ തമാശ പറയാനുള്ളൊരു മൂഡുണ്ടാകും. അങ്ങനെ തമാശ അവർ പറയും. തമാശ പറയുന്നത് കേട്ട് മറ്റുള്ളവർ വളരെ സന്തോഷിക്കും. അപ്പോൾ ഇവർക്കൊരു പ്രത്യേകത, ഒരു സുഖാനുഭൂതി ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം വ്യാപാരികളെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം നേട്ടമുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ കലാകാരന്മാരെ സംബന്ധിച്ചോളം നേട്ടമുള്ള ദിവസമാണ്. സാഹിത്യകാരന്മാർക്ക് നേട്ടമുള്ള ദിവസമാണ്. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടമുള്ള ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ശരീരം, നല്ല ഊർജ്ജസ്വലമുള്ള ഒരു മനസ്സ്, അപ്പോൾ അങ്ങനെയുള്ള എനർജറ്റിക്കായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതറിഞ്ഞ് സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർ നാളത്തെ ദിവസം ജനങ്ങളാൽ അറിയപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇവരെ തേടി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യം ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭാഗ്യം ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അത് മുഖേന ഇവർ ജനങ്ങളാൽ അറിയപ്പെടുവാൻ സാധ്യതയുണ്ട്.
നല്ല ആരോഗ്യമുള്ള ദിവസമായിരിക്കും. അതുപോലെ തന്നെ ധനപരമായ നേട്ടം, കുടുംബസുഖം, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് വിജയം കൈവരിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഇവർ പ്രയത്നിക്കും. സ്വന്തം പ്രയത്നത്താൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നൊരു ദിവസവുമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ആരോഗ്യസ്ഥിതി ഉള്ള ഒരു ദിവസമായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം. കൃഷി കാര്യങ്ങളിൽ കൂടി അവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങൾ, ധനനേട്ടമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അവരുടെ സമ്പാദ്യങ്ങളൊക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ, ചിട്ടി പോലെയുള്ള സമ്പാദ്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ചിലരെ സംബന്ധിച്ചോളം സഹോദരന്മാരുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടും പ്രയാസവും, സഹോദരങ്ങളുടെ ശത്രുതയും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിനുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര, 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം, ദാമ്പത്യ ജീവിത വിജയം നാളത്തെ പ്രതീക്ഷിക്കാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചോളം ഭാര്യയും ഭർത്താവുമൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ പോകുന്ന സമയമാണ്. എന്നാൽ നാളത്തെ ദിവസം ഏറെക്കുറെ മനസ്സുകൊണ്ട് അവർ ഒന്നിക്കുന്നൊരു ദിവസമാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ പോകുന്ന ദിവസമാണ്. ഭാര്യാസുഖം, ദാമ്പത്യസുഖം, കുടുംബസുഖം, അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറിൽപ്പെട്ട ചിത്ര, 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ശത്രുക്കൾ മൂലം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടമൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. പല കാര്യങ്ങളും തടസ്സം അനുഭവപ്പെടാനിടയുണ്ട്. ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നും ദോഷം വന്നു ചേർന്ന് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ഭാഗ്യം അവരെ തുണയ്ക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ കുടുംബത്തിലുള്ള ബന്ധുക്കളൊക്കെ അവരെ ശത്രുവായി കാണുന്നതുകൊണ്ട് ശത്രുത മൂലം പല കാര്യങ്ങളിലും അവർക്ക് നേട്ടം വന്നു ചേരത്തില്ല എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സ്ത്രീ സന്താനങ്ങൾ മുഖേന ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. കീർത്തിയും നേതൃപാഠവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയമൊക്കെ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എങ്കിലും അവരെ സംബന്ധിച്ചോളം അവർ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ്. പ്രതീക്ഷയ്ക്കൊത്തു തന്നെ ഉയരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്ര കണ്ട് ആകുവാൻ പറ്റുകയില്ല എന്നുള്ളതാണ് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും കൂടെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാം എന്നേ പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക നാളത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ. കാരണം ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും അവരെ തേടി വരാൻ ഇടയില്ല എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും മാത്രമേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം വന്നു ചേരാൻ സാധ്യതയുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർന്ന നിലയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്വത്ത് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ട്. മാതാവിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം ഇവർക്ക് അനുകൂലമായ സ്ഥിതിയാണ്. മാതാവിൻ്റെ ഭാഗത്തു നിന്നും ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവരുടെ സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുത അവിടെ വന്നു ചേരുവാനും അവിടെ ഒരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ കലഹമോ മാതാവിൻ്റെ സ്ഥിതി മോശമാകുവാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരാൻ സാധ്യതയുണ്ട്. നാളത്തെ ദിവസം അവർക്ക് പോരായ്മയായിട്ട് വന്ന് ചേരുന്ന കാര്യം മാതാവിൻ്റെ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കമോ പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കും. സഹോദരങ്ങൾ മുഖേനയുള്ള തർക്കമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ, 2 പാദം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ഇവർക്ക് നാളത്തെ ദിവസം നല്ല വസ്ത്രങ്ങളൊക്കെ
വാങ്ങിക്കുവാൻ താല്പര്യം തോന്നുന്നൊരു ദിവസമാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്ന ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാം. അവർക്ക് അവരെ തന്നെ ഒരു വിശ്വാസമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. തങ്ങളെക്കൊണ്ട് എന്നും കഴിയുമെന്നുള്ളൊരു വിശ്വാസം അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. ചിലർക്കൊക്കെ നേത്രരോഗം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ അത്യാഗ്രഹം കാണിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവങ്ങളായിരിക്കും മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം 2 പാദം നാളുകൾക്ക് വന്നു ചേരുക. തൊഴിൽപരമായി അനുകൂലമായ സാഹചര്യമാണ്. വലിയ മെച്ചമല്ലെങ്കിൽ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കുറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കുടുംബസുഖമുണ്ട്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പരധനം കൈവശം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ, കുടുംബത്തിൽ സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ കലാകാരന്മാർ ശോഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. സാഹിത്യകാരന്മാർ, ഗായകർ, ഗാനരചയിതാവ് ഇവരൊക്കെ ശോഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ബുദ്ധിശക്തി കൊണ്ട് ജീവിത വിജയം നേടാൻ സാധിക്കുന്ന ദിവസമാണ്. സൗന്ദര്യം വർദ്ധിച്ചു എന്നൊരു തോന്നൽ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും കുംഭക്കുറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കുറിൽപ്പെട്ട പുരട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ആരോഗ്യമുള്ള ഒരു ദിവസമാണ്. ആരോഗ്യസ്ഥിതി മെച്ചമായ ദിവസമാണ്. ശരീരമൊക്കെ നല്ല ആരോഗ്യപരമായ ലക്ഷണങ്ങൾ കാണിക്കുന്ന ദിവസമാണ്. സൗന്ദര്യം വർദ്ധിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുന്ന ദിവസമാണ്. കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്ന ദിവസമാണ്. ധനനേട്ടം വന്നു ചേരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഭാര്യമാർ മുഖേന അല്ലെങ്കിൽ വിവാഹം ചെയ്ത് ഭാര്യമാർ മുഖേനയുള്ള സ്വത്തൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നാളത്തെ ദിവസം ചിലരെയൊക്കെ സംബന്ധിച്ചോളം നഷ്ടവും വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഏഴരശനിയുടെ ഭാഗമായിട്ടുള്ള നഷ്ടത്തിന് സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ നേട്ടങ്ങൾ വന്നാലും, ഒരു ഭാഗത്തു കൂടി നേട്ടങ്ങൾ വന്നു ചേർന്നാലും അവിടെ നഷ്ട സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുടെ വിഷയങ്ങൾ അല്ല അവരുടെ പേരും നാളും ഒക്കെ മഹാദേവൻ്റെ സന്നിധിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും മഹാദേവൻ ആരെയും കൈവിടത്തില്ല. മഹാദേവൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നവരെ മഹാദേവൻ ഉപേക്ഷിക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതം ധന്യമായി തീരും. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വന്നു ചേർന്നാൽ ഉടൻ നമ്മുടെ ജീവിതം മാറി മറിയുകയാണ്. ഇല്ലായ്മയിൽ നിന്നെല്ലാം നമ്മളെ മഹാദേവൻ മാറ്റി നമുക്ക് നല്ല സമൃദ്ധിയുള്ള ഒരു ജീവിതാനുഭവം നമുക്ക് മഹാദേവൻ തരും. മഹാദേവനിൽ വിശ്വസിക്കുക. ഓം നമഃശിവായ മന്ത്രം ചൊല്ലുക. മഹാദേവൻ തന്നെ നമ്മുടെ ശരണം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലെ ഒരു വിശ്വാസമായി കരുതിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നാളത്തെ ദിവസം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.